നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഡെന്റിസ്റ്റിനെ എത്ര പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ടായിരിക്കും? വളരെ കുറച്ചായിരിക്കും അല്ലേ? എന്നാൽ ഇന്നത്തെ ജനറേഷനിൽ ഒരു 1.5 വയസ്സ് അല്ലെങ്കിൽ ഒരു 2 വയസ്സ് മുതൽ പല്ലിൻ്റെ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ ഹാബിറ്റ്സിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ പൊതുവെ 2 മെയിൻ റീസൺസ് കാരണം കൊണ്ടാണ് പല്ലിന് കേടുണ്ടാവുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് പാൽക്കുപ്പി കാരണം കൊണ്ടുള്ള ഫീഡിങ് കാരണവും അതുപോലെ നൈറ്റിലുള്ള ബ്രസ്റ്റ് ഫീഡിങ് കാരണം കൊണ്ടും. അപ്പോൾ ഒരു ഏജ് ഗ്രൂപ്പ്, അതായത് ഒരു വയസ്സ് അല്ലെങ്കിൽ 1.25 വയസ്സ് വരെ ഇത്തരത്തിലുള്ള ഫീഡിങ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള ഫീഡിങ് ചെയ്യുമ്പം കുഞ്ഞുങ്ങളുടെ പല്ലിൽ വളരെയധികം കേടുകൾ കണ്ടുവരുന്നുണ്ട്. അത്തരത്തിലുള്ള കേടുകളെ പറയുന്ന പേരാണ് പാൽക്കുപ്പി ദന്തക്ഷയം അഥവാ നഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്നുള്ളത്. അപ്പോൾ 1 വയസ്സ് വരെ നമുക്ക് ഇത്തരത്തിലുള്ള ഫീഡിങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇത് കണ്ടിന്യൂ ചെയ്യുമ്പം പല്ലുകൾക്ക് വളരെയധികം ക്യാവിറ്റീസ് ഉണ്ടാവും.